ഓൾറെഡി അപ്പൊ നിങ്ങളുടെ സൗഹൃദം എങ്ങനെയാ തുടങ്ങണേ? ഞാൻ ഒരു കൊളാബിന് പോയ ക്ലിനിക്കില് ഞാൻ വർക്ക് ചെയ്യേണ്ട ക്ലിനിക്കില് കൊളാബിന് വന്നതാ. അങ്ങനെയാണ് ഫസ്റ്റ് ടൈം കാണുന്നത്. ബ്ലൂടൂത്ത് കുത്തിട്ട് വെളുക്കാൻ വേണ്ടി വന്നോ? അതുകൊണ്ട് വലിയ കൊളാബ് കൊണ്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ഈ ഓൾറെഡി ഇപ്പം ഡോക്ടർ ആയതുകൊണ്ട് ഇപ്പൊ നമുക്ക് മെയിൻ നമ്മുടെ ഫീൽഡ് ഇതായതുകൊണ്ട് സ്കിന്ന് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഡൗട്ട് കാര്യം ചോദിക്കാം. എങ്ങനെയുണ്ട് ഡോക്ടർ? പക്ഷെ സ്കിൻ നന്നായിക്കണല്ലേ? സ്കിൻ ഫേസ് ഭയങ്കര ഡള്ളും അതുപോലെ തന്നെ കുറെ സ്റ്റിറോയിഡ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് നന്നായിട്ടില്ലേ? സത്യം പറയൊക്കെ വരും. എല്ലാവരും പ്രൊമോഷനായിട്ട് ഞങ്ങൾ കാണുന്നത് പടച്ച ശിശിക്കൂ. അല്ല മാറ്റുണ്ട് വെളുത്തണ് കുടുംബം. അല്ലല്ല വെളുത്തുകണ്. ശരിക്കും പറഞ്ഞ ഒരു കൊളാബിനായിട്ട് പോയിട്ട് അവിടുന്ന് ഒരു സൗഹൃദം ബിൽഡ് ചെയ്യുക ആൻഡ് ഒരു ഇപ്പൊ ഭയങ്കര കൂട്ടായിട്ട് ഇരിക്കുക അല്ലെ, നല്ലൊരു ഫ്രണ്ടിനെ കൂടെ കിട്ടിയില്ലേ? ഞങ്ങൾക്ക് വെളുത്തിട്ടില്ല. ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ഇപ്പം ഓൾറെഡി വീഡിയോസ് കാണാറുണ്ട് ആൻഡ് ഭയങ്കര ചില്ലായിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള വാവേനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കണേ. ശരിക്കും അങ്ങനെ തന്നെയാണ്? എപ്പോഴും ഭയങ്കര ചില്ലായിട്ട് പോസിറ്റീവ് ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ആളാണോ? എപ്പോഴും എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളെ ഹാപ്പി മാത്രമല്ല നമ്മളതിൽ കാണിക്കുക. പിന്നെ സങ്കടം അങ്ങനെ ഇല്ല. എന്നാ നോർമൽ മനുഷ്യന്മാർക്കില്ല അങ്ങനത്തെ സങ്കടമൊന്നും ഞാൻ പെട്ടെന്ന് ഡൗൺ ആവും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാ. എന്നാ പെട്ടെന്ന് ഹാപ്പി ആവും ചെയ്യും. മൂഡ് സ്വിങ്സ് ഭയങ്കര ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം വീഡിയോസ് റീൽസ് ഇടുന്ന കൂട്ടത്തില് ബാംഗ്ലൂരിലെ ഗേൾ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയിട്ട് കൊണ്ടുപോകുന്നത് വീഡിയോ ഉണ്ടായിരുന്നു. പല ഗേൾസിന്റെ ഹൃദയം അങ്ങ് പൊടിഞ്ഞു. ശരിക്കും ഇത് റിലേഷൻഷിപ്പ് ആണോ? അതെ, ഓഫ് കോഴ്സ് ഉണ്ട്. പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, കുറവാ. അതെന്ത് ഇപ്പൊ കുറഞ്ഞു തോന്നേ? ഫീൽഡ് ഔട്ട് ആയില്ലേ? 22 വയസ്സിൽ ഫീൽഡ് അങ്ങനല്ല, ഗേൾ ഫ്രണ്ടിന്റെ വീഡിയോ അതുണ്ട്. അപ്പൊ കൊറേ ആ പെണ്ണുങ്ങൾക്ക് ഒരു താല്പര്യം പോയി. വിഷമുണ്ടോ അതില്? വിഷമല്ല, അതുണ്ടാവില്ല. അപ്പൊ എത്ര ആയാലും ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങളെ കുറച്ച് ചെക്കന്മാർ ഇഷ്ടപ്പെടണമെന്ന് ഉണ്ടാവില്ലേ? നോണ അറിയണ്ട. അതേമാതിരി തന്നെ ഇപ്പൊ ആർക്കായാലും ഇപ്പൊ ഉണ്ടാവും കുറച്ച് ആൾക്കാരെ നമ്മളെ ഇഷ്ടപ്പെടാന്നല്ലേ. ഈ അതില് ഭയങ്കര ഗേൾ ഫ്രണ്ടിനെ കുറിച്ച് സംസാരിക്കും. സത്യം ചോദിക്കില്ല, ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ഇത് ശരിക്കും എനിക്കെന്നാ പെണ്ണ് കിട്ടൂലേ? അങ്ങനെ പറഞ്ഞിട്ട് അല്ല, വെറുതെ കൊറേ പേര് ഡൗട്ട് ഉള്ള ഒരു കാര്യം, ശരിക്കും ഗേൾ ഫ്രണ്ട് ഉണ്ടോ? ചുമ്മാ പറയുന്നതാണോ? അല്ല, ഓക്കെ. ഇപ്പം ഒരുപാട് റിലേഷൻഷിപ്പ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ആളെ കുറിച്ച് പറയുന്ന സമയത്ത് എന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന, എന്നെ റിയലായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാള്, എന്റെ എല്ലാ മോശവശവും കണ്ടിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾ എന്നാണ് പറഞ്ഞത്. ആളെ കുറിച്ച് പറയും. പേര് കാര്യമൊന്നും പറയണ്ട. അല്ല, ആളെ കുറിച്ച് പറയാനെന്തെങ്കിലും നല്ല കുട്ടിയാണ്. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടിയാണ്. എനിക്ക് നല്ല മാത്രമല്ല ചീത്ത സ്വഭാവങ്ങളും ഉണ്ട്. ചീത്ത സ്വഭാവം പറഞ്ഞാൽ അങ്ങനത്തെ സ്വഭാവമല്ല, ചെറിയ ഉണ്ടാവല്ലോ, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവല്ലോ. അപ്പൊ അതൊക്കെ മനസ്സിലാക്കി ഒപ്പം നിക്കണാണ്. പക്ഷെ ഞാൻ ഇപ്പൊ ഡീസന്റ് ആട്ടോ. പണ്ട് ഞാൻ അത്യാവശ്യം കൊയ്ത്തരം അങ്ങനത്തെ ഒരു അതാണ് മോശം എന്ന് പറഞ്ഞത്. കോഴിത്തരല്ല, കോഴിത്തരം ഒരു എക്സ്ട്രീം ആക്കിയാൽ മോശമാണ്. ഇപ്പോഴും കോഴിത്തരൊക്കെ ഉണ്ട്. കോഴിത്തരം പറഞ്ഞ അങ്ങനല്ല, ഒരു പെണ്ണിയാണ്ടാ നോക്കൊക്കെ ചെയ്യും, അങ്ങനല്ലേ. പക്ഷെ മെസ്സേജ് അയച്ചു പോയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടായിരുന്നോ? പണ്ടൊക്കെ ഉണ്ടായിരുന്നു. എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു? ഇത് ഒരേ സമയത്ത് മറ്റേ ഒരുപാട് പേര്? അല്ല, ഒരേ സമയത്ത് എനിക്ക് 2 ഉണ്ടായിട്ടില്ല. അതിന് അസറപ്പിനെ കിട്ടൂല, അത് ചെയ്യൂല. നമ്മള് ഒന്ന് നോക്കിട്ട് അത് മടുക്കല്ലോ, അപ്പൊ അടുത്ത് അങ്ങനെ ആയിരുന്നു. ഇതൊക്കെ കണ്ടിട്ട് കുറെ പെണ്ണുങ്ങൾ ഇന്നെ മോശമായിട്ടൊക്കെ കാണുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാല് ഞാൻ തുറന്ന് പറയണു, അത്രേ ഉള്ളൂ. എല്ലാരും അങ്ങനെ തന്നെ. ബാക്കിയൊരു ചെയ്യുന്നു, ഞങ്ങളുടെ കോഴിത്തന്നെ കുറച്ച് എത്തിക്സ് ഉണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ കുറെ കാലം ഒന്നും നോക്കിയിട്ടില്ല. ഏറിപ്പോയ 1 ആഴ്ച 1 മാസം അങ്ങനെയൊക്കെ. ഒരു ഈസൊക്കെ ഉണ്ടായില്ല പറയാമുണ്ട്. അത് മുന്നത്തെ ഇന്റർവ്യൂല് പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നില്ല. എന്തായാലും ഇപ്പൊ ഒരുപാട് പ്രണയങ്ങൾ സംഭവിച്ചിട്ട് ഈ ആളിൽ നമ്മൾ സ്റ്റക്ക് ആയല്ലോ. ആൻഡ് ഇപ്പൊ ഫുൾ ടൈം ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് സ്നേഹം കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു റീസൺ എന്താ? ഇത്രയും ആൾക്കാർ അങ്ങനെ റീസൺ എന്താ വെച്ചാൽ ആ ഓളനെ മീൻസ് നമ്മളോട് അങ്ങനെ നിക്കണ്. പിന്നെ എന്താ വെച്ചാല് ഓരോരുത്തർക്ക് ഓരോ പറ്റലല്ലേ. ഞാൻ ചോദിക്കട്ടെ, സുപ്രഭാവ എന്നൊരു കാമുകനെ കണ്ടിട്ടുണ്ടോ? മീൻസ് ഇപ്പൊ ഫോണിലായാലും ഫ്രണ്ട്സ് എല്ലാരും എപ്പോഴും ഫോണിലാ. ഇവന്റെ അടുത്ത് പറയണം ഫോണൊന്ന് മാറ്റി വെച്ച് ഞങ്ങളോട് സംസാരിക്കാൻ പറയണം, എന്നാലും സംസാരിക്കാൻ പറയുള്ളൂ. എപ്പോഴും ആ കുട്ടിയായിട്ട് ഫോണിൽ അല്ലെങ്കിൽ മെസ്സേജ് അയച്ചിരിക്കും. അങ്ങനെയല്ല, അങ്ങനെ ആയിപ്പോയി, എന്താ ചെയ്യാ. ഓക്കെ, നമുക്കൊരു ഗെയിമിലേക്ക് പോവാം. ആൻഡ് ഗെയിം വരുമ്പോഴത്തെ കുറച്ചുകൂടി ആക്റ്റീവ് എന്ന് തോന്നുന്നു. സോ ഒരു ഫൺ ഗെയിമിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് നിങ്ങൾക്ക് വേണ്ടി കുറച്ചധികം സാധനങ്ങൾ ഞാൻ ബലൂണിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ,
ആൻഡ് അത് ഒക്കെ ബലൂൺ പൊട്ടിച്ച് അത് കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്ത? മിന്നുടെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഇഷ്ടമുള്ള ബലൂൺ പൊട്ടിക്കാം. ഓക്കെ, അതിന് എന്താണോ കിട്ടുന്നത് അതിന് പണി കൊടുക്കുന്ന മുഴുവൻ നമ്മള് വാവക്കാണ്. ഓക്കെ, റെഡി? സോ ഈ ബലൂണ് നിറയെ നമ്മള് വാവക്ക് കൊടുക്കുന്ന പണികളാണ്. സോ ഇഷ്ടമുള്ള ചൂസ് ചെയ്തോ. ഉണ്ടാക്കിയ വരികളിൽ വെച്ച് ഒരു തഗ് കവിത ചൊല്ലുക. എന്ത്? മിന്നുവിനെ കുറിച്ച് ഒരു കവിത സ്പോട്ടിൽ. നല്ല കാര്യം പറയാൻ നല്ല ഒരു ആളാണ്. നല്ലൊരാളാണ് പറഞ്ഞാല് ഭയങ്കര സ്നേഹമാണ്. എന്താ പറയാ, നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. ഒരു എനിക്ക് എൻ്റെ കമ്പനിക്കാരെന്നൊക്കെ പറഞ്ഞാല് ഒന്നിനും ഒരു ബുദ്ധി ഇല്ലാത്ത, എനിക്ക് അങ്ങനത്തെ ഇഷ്ടം കേട്ടോ. സീരിയസ് ആയിട്ട് എനിക്ക് അങ്ങനത്തെ ആൾക്കാരപ്പം വൈബ് ആവാനേ ഇഷ്ടമുള്ളൂ. അല്ലാതെ സീരിയസ് ആയിട്ട് ഇരിക്കുന്ന ആളപ്പം എനിക്ക് താല്പര്യമില്ല. എനിക്ക് അങ്ങനത്തെ ആൾക്കാരപ്പം ഇഷ്ടമല്ല. അപ്പം അങ്ങനെ ബുദ്ധിയില്ല. ഞാൻ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല കൊളാബിന് പോയതാ. അപ്പോൾ കയറി വന്നപ്പോൾ നല്ലൊരു സുന്ദരിയായ ഡോക്ടർ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ സ്റ്റാൻഡേർഡിലൊക്കെ വന്നു. പിന്നെ തൊള്ളറിഞ്ഞപ്പോൾ കഴിഞ്ഞ്. അപ്പോൾ മണ്ടത്തിയാണ് മനസ്സിലായി. അപ്പം തന്നെ ഞങ്ങൾ വണ്ടിയിലിട്ട് കൊണ്ടുപോയി. സീരിയസ് ആയിട്ട് ഓളെ ഞങ്ങള് ഡ്രോപ്പ് ചെയ്തത്. ആ ബോണ്ടിങ് കറക്റ്റ് ആണ്. കോൺവെർസേഷൻ എന്തായിരുന്നു അറിയാനുള്ള ക്യൂരിയോസിറ്റി കൊണ്ട് ചോദിക്കുക. എന്തായിരുന്നു സംസാരിച്ചത്? ഓർമ്മയില്ല കേട്ടോ. ഞാൻ അന്നൊന്നും വലിയ അത്ര കമ്പനി ഇല്ല. പക്ഷെ പിന്നെ അങ്ങനെ കമ്പനി ആയി. പിന്നെ സെക്കൻഡ് ടൈം വന്നപ്പോ സെക്കൻഡ് ടൈമും ഞാൻ നിങ്ങളോട് വന്നു. ശരിയാ. അങ്ങനെ ഓരോ തവണ ഹോസ്പിറ്റലിൽ വന്ന് ഞങ്ങൾ അങ്ങനെ. പക്ഷെ ഓൾറെഡി ഇതിപ്പോ ആളുടെ ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്. സോ നിങ്ങളുടെ ഓൾറെഡി ഒരുമിച്ചുള്ള വീഡിയോസ് കാര്യങ്ങൾ കാണുമ്പോൾ ആ ബോണ്ടിങ് നമുക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ അങ്ങനെ കൊച്ചാക്കി പറയണോണ്ട് ആരൊന്നും വിചാരിക്കാതെ കേട്ടോ. നമ്മൾ സ്നേഹം കൊണ്ട് പറയണതാണ്. ശരിക്കും ആള് നല്ലൊരാളായതുകൊണ്ട് മാത്രമാണ് നമ്മള് അത്ര നിങ്ങൾ അങ്ങനെ തന്നെയല്ലേ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ കളിയാക്കുള്ളൂ. അത്ര ഞാൻ ഇവരുടെ ടീമിൽ കൂടിയതും ഇവര് ഫുൾ മണ്ടന്മാരാ. എനിക്കും അങ്ങനെ ബുദ്ധിയുള്ളവരായിട്ട് ഞാൻ വീട്ടിൽ അങ്ങനെ ഇരിക്കലില്ല. ഞാൻ എവിടെയെങ്കിലും ട്രിപ്പൊക്കെ പോയി വന്നു കഴിഞ്ഞാലും വീട്ടിലൊരു ദിവസം എന്നാലും നേരെ കൊച്ചിക്ക് വരും. ഞാനും എന്റെ ചങ്ങായിമാരും അങ്ങനെ. അപ്പൊ അടുത്ത് ഇഷ്ടമുള്ളത് പറന്നുപോയി. ഇരുവരും ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ പരസ്പരം തോന്നിയ ആദ്യത്തെ ചിന്ത, ഫസ്റ്റ് ഇംപ്രഷൻ എന്തായിരുന്നു എന്ന് തുറന്നു പറയുക. മണ്ടൻ. ഫസ്റ്റ് കണ്ടോടെ മണ്ടൻ. അങ്ങനല്ല, ഫസ്റ്റ് എന്റെ ക്യാബിനിലേക്ക് കയറി വന്നിട്ടേ ഇരുന്നൂട്ട് ആദ്യം. എന്നിട്ട് ആരുടെന്നോ സമീറിന്റെന്നാണോ ഷെയ്ഡ്സ് ഒക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുക. അങ്ങനല്ല, എനിക്ക് ഫസ്റ്റ് തന്നെ കണ്ടപ്പോ നല്ല ചെറുക്കുണ്ടല്ലോ. നമ്മളിപ്പോ ഫസ്റ്റ് കണ്ടാണല്ലോ, നല്ല രസമുണ്ടല്ലോ. ഒരു ഡോക്ടർമാരെന്ന് നമ്മളെ മനസ്സിലൊരു സാരി കൊടുത്തിട്ട് ഒരു തള്ളാച്ചിയാളല്ലേ കാര്യം. ഇതിന് പ്രായം ഉണ്ടെങ്കിലും പ്രായം അങ്ങനെ തോന്നിക്കണില്ല. ഇതിന് കണ്ട എത്ര വയസ്സുണ്ടാവും? ഒരു 24. ഈ കൊല്ലം 29 പ്രായം പറയില്ല. അതാണ് നിങ്ങള് സ്കിൻ ഡോക്ടറാണ്, അതുകൊണ്ടാണ് ഇത്ര പ്രായം തോന്നിക്കാത്തത്. പ്രായം പറയരുത് എന്തായാലും ആൾക്കാർ തിരിച്ച് അങ്ങനെയാണ് രണ്ടുപേർക്കും തോന്നിയിട്ടുള്ളത്. ഓക്കെ, അടുത്ത പണി എന്താണെന്ന് നോക്കാം. മിന്നു ധരിച്ചിരിക്കുന്ന തൊപ്പിയോ കണ്ണാടയോ വാവയെ കൊണ്ട് ധരിപ്പിക്കുക. എന്നിട്ട് വാവയെ മിന്നുവിന്റെ ശൈലിയിൽ അനുകരിക്കാൻ പറയുക. പുള്ളിക്കാരി എങ്ങനെയാ പൊതുവെ സംസാരിക്കുക? ആളുടെ ഒരു സ്റ്റൈല്. ഓക്കെ, ഞാൻ വീട്ടിലില്ല, ഞാൻ വയനാടാണ്. പണ്ട് പിന്നെ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ ഒരു വേറൊരു ഇതാ. തൃശ്ശൂർ ഇങ്ങനെ നീട്ടി സംസാരിക്കുമല്ലോ. എനിക്കില്ല, ഞാൻ വീട്ടിലാ. അങ്ങനെ തന്നെയല്ലേ അറിയാലോ. ഇപ്പൊ പറയലുണ്ട്. ഇപ്പൊ പറയില്ല. ഇരുവരും പരസ്പരം ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല 3 കാര്യങ്ങൾ കണ്ണിൽ നോക്കി പറയുക. പോലീസ് ഒരിക്കും പറയണ്ട. നിങ്ങൾക്ക് അഭിനയം താല്പര്യമുണ്ടോ? താല്പര്യമുണ്ട്, പക്ഷെ വയ്ക്കൂല. താല്പര്യമുണ്ട്, വയ്ക്കൂല. സത്യം. എനിക്ക് സിനിമക്കൊക്കെ അവസരം കിട്ടിയിരുന്നു, പക്ഷെ ഞാൻ പോയിട്ടില്ല. ഇപ്പൊ ഇറങ്ങാൻ പോണ കണിമംഗലം കോവിലൊക്കെ അല്ലേ, അതിൽ എനിക്ക് ഒരു 32 ദിവസത്തെ ഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത, അതെനിക്കറിയില്ല. ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാരക്ടറാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ പോയില്ല. ഒന്നാമത് അഭിനയിക്കാൻ എനിക്ക് അറിയൂല. പിന്നെ ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എന്റെ ഇൻസ്റ്റഗ്രാമൊക്കെ ഇരിക്കും, ആക്റ്റീവ് അല്ലായിരിക്കും. അപ്പൊ പിന്നെ ഞാൻ ഒഴിവാക്കി. ഒന്നുമില്ല, അങ്ങനല്ല, ഇങ്ങനെ ട്രാവലൊക്കെ ചെയ്യാ, അതൊക്കെ അല്ലേ. അങ്ങനെയല്ല എടാ, എനിക്ക് നിന്നിൽ ഇഷ്ടമുള്ള കാര്യങ്ങള്. ഓൾറെഡി മിന്നുവിന് ഒരുപാട് പ്രപ്പോസൽസ് ഒക്കെ വരില്ലേ, ഉണ്ടാവില്ലേ? ഇൻസ്റ്റാഗ്രാമിൽ തന്നെ. അല്ലല്ല, എനിക്ക് ചെറിയ കുട്ടികളെ വരാ.
എല്ലാ ചെറിയ കുട്ടികളും വരാ. ഒരു 23, 24, 22 വയസ്സുള്ള കുട്ടികൾ. ആ കുട്ടികളല്ല ചെക്കന്മാര്. എന്നാലും എനിക്കത് ചെറിയ കുട്ടികളാ. പ്രായമുണ്ടല്ലോ. ഓക്കെ, കണ്ണി നോക്ക് കുറച്ച് നേരത്തേക്ക് ഒരു റൊമാൻറ്റിക് കൊണ്ടുപോവാ. അതൊന്നും ഞാൻ ഇവനോടാണോ പറയണ്ട? ഓക്കെ, ഞാൻ പറയാം. ഇപ്പൊ എന്തേലും ഇപ്പൊ എനിക്ക് പെട്ടെന്നൊരു ആവശ്യമുണ്ട് കൊച്ചിയില്, വാവ ബാംഗ്ലൂർ കിടക്കാം. പക്ഷെ എനിക്ക് പെട്ടെന്നൊരു ആവശ്യമുണ്ട്, ഞാൻ ഭയങ്കര വിഷമത്തിലാന്ന് പറഞ്ഞാൽ വാവ ഓടി വരും ബാംഗ്ലൂരിൽ നിന്ന്. അതൊരു കാര്യമാണ്. അത് വാവ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. വാവനെ ഏറ്റവും കൂടുതൽ ചീത്ത പറയണത് ഞാനായിരിക്കും. ഞാൻ വാവനെ എപ്പോഴും ചീത്ത പറഞ്ഞോണ്ടിരിക്കും. പക്ഷെ വാവ ഞാൻ എന്ത് പറഞ്ഞാലും അതൊക്കെ കേട്ടിങ്ങനെ ചീത്ത പറയുന്നല്ലോ, എപ്പോഴും അത് കേട്ടൊക്കെ ഇങ്ങനെ നിക്കും. ശരിയാ. എത്ര പറഞ്ഞാലും എന്നോട് തിരിച്ച് ദേഷ്യപ്പെടേയില്ല വാവ. ഇതുവരെ എന്നോട് തിരിച്ച് ദേഷ്യപ്പെട്ടിട്ടില്ല. അത് സെക്കൻഡ്. നീ ഓർത്ത് വെച്ചോട്ടെ കാര്യങ്ങള്. ഓർക്കട്ടെ. ഓക്കെ, മൂന്നാമത്തെ കാര്യം ഞാൻ എന്ത് പറഞ്ഞാലും വാവ കേൾക്കും. ഈ പറഞ്ഞ 3 കാര്യം ഇപ്പം വാവയും തിരിച്ചു പറയാം, എന്നിട്ട് ഞാൻ ചോദിക്കാം. ഇവള് നമുക്ക് ഭയങ്കര കംഫർട്ടാ. ഇപ്പൊ എന്നും പറയാ, ഞാൻ എന്നും പറയണ ഒരു ഫ്രണ്ടാണ്. എന്റെ എല്ലാ കാര്യങ്ങളും പറയണ ഒരു ഫ്രണ്ടാണ്. ആള് പടപെടാന്നിട്ട് 3 പറഞ്ഞു. പിന്നെ നമ്മളെന്ത് ആവശ്യം ഉണ്ടെങ്കിലും ആളൊപ്പം ഉണ്ടാവും. ഇപ്പം പറഞ്ഞു ഇപ്പം ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചി ഇരിക്കുമ്പം ബാംഗ്ലൂരിൽ നിന്ന് വരാൻ പെട്ടെന്ന് പറഞ്ഞാലും വാവ് വരുന്ന്. അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടോ എന്തെങ്കിലും എടുത്ത് പറയാൻ പറ്റിയേ? എപ്പോഴും അങ്ങനെ. ഞാൻ പെട്ടെന്ന് വിളിച്ചിട്ടാവും പറയാ നിങ്ങൾ ഇവിടെ വായോ എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ വരും. കൂടുതൽ ഞാൻ പറയാറുള്ളത് ഇവിടെ മലപ്പുറത്ത് വീട്ടിലായിരിക്കുന്ന ടൈമിലാണ് പറയാറ്. അപ്പൊ തന്നെ വരും. ഏത് പാതിരാത്രിക്കാണ് ഇങ്ങനെ വരും. ചിലപ്പോ വന്നു കയറാൻ പുലർച്ചെ 3 മണി 4 മണിക്കായിരിക്കും. പക്ഷെ വരും. വിളിച്ചു വരുത്തിട്ട് കിടന്നുറങ്ങുന്നു. അങ്ങനെയല്ല, ഓള് രാവിലെ പണിക്ക് പോട്ടോ, ഡോക്ടറല്ലേ, നമ്മൾ പോലെ ഇല്ലല്ലോ. ഇപ്പൊ ഓൾറെഡി ഇപ്പം വഴക്ക് പറയാം. ഇപ്പൊ നമുക്കൊരു സിസ്റ്റർ ബോണ്ടിങ് ഉണ്ടല്ലോ, അത് എനിക്ക് തോന്നുന്നു അതാണ് എനിക്ക് ഫീൽ ചെയ്യണത് നിങ്ങളുടെ ഇടയില്. ഒരു ആന്റി ആണല്ലേ, അമ്മായി പ്രായണ്ടല്ലോ. ഓക്കെ, അപ്പോഴേ ഒരു അമ്മായിയുടെ ഒരു സ്നേഹം ഉണ്ടോ, സ്നേഹം നമുക്ക് കിട്ടും. ഫുഡൊക്കെ പിന്നെ ഫുഡ് അല്ല, കുക്കിയല്ല. ഇപ്പൊ നമ്മളോ ഓളെ ഫ്ലാറ്റിൽ പോയാ ഓളനെ പാത്രമൊക്കെ അവിടുന്ന് കഴുകി വെക്കും. ഫ്രണ്ട്സ് ആണെങ്കിൽ അങ്ങനെ ചെയ്യൂലല്ലോ, വാണി കഴുകി വെക്കും. അല്ലാ, ഓളൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കി വന്നിട്ട് ട്രോമേ ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല, സത്യം. എനിക്ക് ഉണ്ടാക്കാൻ അറിയാം, പക്ഷെ എന്റെ ഫ്ലാറ്റിൽ ഗ്യാസ് ഇതുവരെ വന്നിട്ടില്ല. അതിന് നാരങ്ങ ഗ്യാസ് അമ്മ ഉണ്ടാക്കുക. നാരങ്ങ സത്യമായിട്ടും നാരങ്ങ തൊള്ളേക്ക് വെക്കാൻ പറ്റില്ല. ആരുണ്ടാക്കിയാലും നാരങ്ങത്തിന് ഇപ്പൊ എന്താ പണി? ഇവൾക്ക് അതുപോലെ എന്റെ കുഴപ്പമില്ലായിരുന്നു. ഞാൻ നറുനീണ്ടിയുടെ നമുക്ക് ഇങ്ങനെ ബോട്ടിൽ വാങ്ങാൻ കിട്ടില്ലേ, അപ്പൊ അത് ഞാൻ ഉണ്ടാക്കി വെള്ളം മിക്സ് ചെയ്തു. പക്ഷെ അതിൽ പഞ്ചസാര ഇടാൻ മറന്നുപോയി. അപ്പൊ അത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചായയിൽ ചായപ്പൊടി ഇട്ടില്ല പറഞ്ഞ ഞാൻ അതുവരെ ഓൾക്കൊന്നും കുക്ക് ചെയ്ത് കൊടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് കുക്കിംഗ് ഒക്കെ പണ്ട് നല്ല ഇഷ്ടമായിരുന്നു. യൂട്യൂബിൽ നോക്കി കുക്ക് ചെയ്യും, റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഇവിടെ വന്നിട്ട് അത് കണ്ടന്റിന് വേണ്ടി ചെയ്യണോ? അല്ല, പണ്ട് ഞാൻ നല്ല കുക്ക് ചെയ്തതിന് വീട്ടിൽ തന്നെ. എന്തൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കിയില്ല വാവയുടെ? ബിരിയാണി അങ്ങനെയൊന്നുമില്ല. ഞാൻ പണ്ടൊക്കെ ഞാനൊരു ഫ്രൈഡ് റൈസ് പോലെ ഒരു എഗ് കൊണ്ടൊക്കെ ഉണ്ടാക്കിനു. ഫ്രൈഡ് റൈസ് അല്ല, എഗ് കൊണ്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്. നെയ്ച്ചോറ് എനിക്ക് നല്ല ഉണ്ടാക്കാറ്. ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയ എനിക്ക് എന്റെ നെയ്ച്ചോറ് നല്ല ഇഷ്ടം.